ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു നിമിഷത്തിൽ എന്താണ് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്, അവർക്ക് എന്ത് മെസ്സേജാണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നോ ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുവെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓൾറൈറ്റ്, നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. വാട്ട് യു റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. ഈ ഒരു മൊമെൻറ്റിൽ തന്നെ അവർ നിങ്ങളോട് എന്തായിരിക്കും പറയാൻ ആഗ്രഹിക്കുന്നത്. വാട്ട് യു റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. ഈ ഒരു നിമിഷത്തിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നൗ. പേഴ്സൺ റൈറ്റ് നൗ. ഓക്കെ, ഈ വ്യക്തി എന്തോ ഒരു സാഹചര്യത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുന്നു എന്നുള്ളതാണ് അവരുടെ സിറ്റുവേഷനായിട്ട് കാണുന്നത്. അതായത് അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണോ അത് നിങ്ങളെ അറിയിക്കാൻ അല്ലെങ്കിൽ നിങ്ങളോട് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനൊരു സാഹചര്യത്തിലായിരുന്നിട്ട് പോലും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ അതായത് നിങ്ങളുടെ പ്രസൻസ് അവരുടെ ലൈഫിൽ ഇല്ലാണ്ടായപ്പോൾ അവർ എത്രത്തോളമാണ് അതിൻ്റെ പേരിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്നൊക്കെ ആയിരിക്കാം ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ അവർ പറയുന്നു അവരുടെ ലോകം തന്നെ ഇത്രയും മനോഹരമാക്കിയൊരു വ്യക്തി നിങ്ങളാണ്. സോ ലൈഫിൽ ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. എപ്പോഴും നിങ്ങളുടെ അരികിലേക്ക് വന്നണയാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, യെസ്, തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഇപ്പോൾ അവരുടെ ലൈഫിൽ അത്രത്തോളം, അതായത് ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ്റെ കാര്യം മാത്രമല്ല, മറ്റെന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ കൂടി അവരുടെ ലൈഫിൽ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ഒരു സ്പിരിച്വൽ പാത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. അവർക്ക് ചിലപ്പോൾ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതായത് എന്തെങ്കിലും അസുഖമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിസിക്കലി ഉള്ള പ്രോബ്ലംസ് എന്തൊക്കെയോ ആ വ്യക്തിക്ക് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ശരിക്കും അവർ ചിലപ്പോൾ ഇപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് അത്രയും എന്തെങ്കിലും ഒരു രോഗത്തിന് അവർ മെഡിസിൻ എടുക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അങ്ങനെ എന്തോ ഒരു സ്ട്രഗിൾ ഈ വ്യക്തിയുടെ ലൈഫിലുള്ളതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് അതിൻ്റെ പേരിലാണ് പലർക്കും ഇപ്പോൾ ഒരു സെപ്പറേഷൻ ഉണ്ടായിരിക്കുന്നത്. അതായത് ആ വ്യക്തി നിങ്ങളെ അറിയിക്കാത്ത രീതിയിലുള്ള എന്തോ ഒരു കാര്യം അവരുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു സെപ്പറേഷൻ. ഒരു പക്ഷേ അവർക്ക് അത് നിങ്ങളെ അറിയിക്കാനായിട്ടുള്ള ഒരു ടൈം ഉണ്ടായി കാണില്ല, അല്ലെങ്കിൽ അവർക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല. സോ അവരുടെ ഉള്ളിൽ നിന്നും അവർ എത്രയും പെട്ടെന്ന് ഈ കാര്യം നിങ്ങളെ അറിയിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ചിന്തിക്കുന്നുണ്ട്. യെസ്, അതിപ്പോൾ അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരെ കുറിച്ച് അറിയാനായിട്ട് നിങ്ങൾ ശ്രമിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ അവർ ചിന്തിക്കുന്നൊരു മൊമെൻറ്റ് കൂടിയാണിത്. ആൻഡ് യെസ്, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അത്രത്തോളം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത്. മേ ബി ഈ പറഞ്ഞ കാര്യങ്ങളോ അല്ലെങ്കിൽ അതിനപ്പുറമായിട്ട് മറ്റെന്തോ ഒരു സ്ട്രഗിൾ ആ വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ളതായിട്ട് ഇവിടെ വ്യക്തമാണ്. പക്ഷേ അവർക്കത് നിങ്ങളോട് തുറന്ന് പറയാനുള്ള അവസരം കിട്ടുന്നില്ല. അതിനുള്ള ഒരു തടസ്സം അവരുടെ ലൈഫിലുണ്ട്. ഓക്കെ, മേ ബി ഇത് നിങ്ങളുടെ സിറ്റുവേഷനോ ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളായിരിക്കാം ഇത്രയും ഒരു സ്ട്രഗിളിലൂടെ കടന്നു പോകുന്നതും. ഓക്കെ, ഇത് ആരുടെ ലൈഫിലേക്കാണോ കണക്റ്റഡ് ആവുന്നത് ആ ഒരു രീതിയിൽ എടുക്കുക. എല്ലാവരുടെയും റീഡിംഗ് അല്ല, ഇത് കോമൺ ആയിട്ടുള്ള റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിലും മാത്രം അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് ദെൻ യെസ്, ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിൽ പലരും ഈ വ്യക്തിയുമായിട്ടുള്ള ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെന്നാണ് കാണുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇനിയും ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് 2 പേർക്കും
കഴിയാത്തൊരു സാഹചര്യമാണ്. കാരണം ഈ സെപ്പറേഷൻ കാരണം ചിലപ്പോൾ ഒരാൾക്കൊരു സങ്കടം ഉണ്ടാകുമ്പോൾ, കൂടുതലൊരു വിഷമം ഉണ്ടാകുന്ന സമയത്താണ് ഒപ്പം ഉണ്ടായിരുന്ന ആളുടെ ആ ഒരു നഷ്ടം ഒരുപാട് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ടൈം എന്ന് പറഞ്ഞാൽ അത്രത്തോളം അവർക്ക് സ്ട്രഗിൾ കൊടുക്കുന്നത് കൂടിയാണ്. ഓക്കെ, നിങ്ങൾക്കും ആ ഒരു സെയിം സിറ്റുവേഷൻ തന്നെ ആയിരിക്കാം. ആൻഡ് തീർച്ചയായിട്ടും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു മൊമെൻറ്റിൽ തന്നെ, റീഡിങ് കേൾക്കുന്ന മൊമെൻറ്റിൽ പോലും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ആ ഒരു വാല്യുബിളായിട്ടുള്ള മൊമെൻറ്റ്സിനെ കുറിച്ച് അവർ ചിന്തിക്കുകയാണ്. കാരണം നിങ്ങളിപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ആശ്വാസമാകുമായിരുന്നു, അവർക്കൊരു മെൻ്റൽ സപ്പോർട്ട് കിട്ടുമായിരുന്നു എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് യെസ്, പക്ഷേ അവർക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരണമെന്നുള്ള ആഗ്രഹത്തോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ അവരെ അതിൽ നിന്നും പിന്നിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവർക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെയുള്ള സിറ്റുവേഷൻ പോലും ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അവർക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഐഡിയ ഇല്ല ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മുന്നോട്ടിനി എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടത് എന്നൊക്കെ അവർക്ക് ഉള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ട്. തീർച്ചയായിട്ടും അവർക്കും നിങ്ങൾക്കും ഇടയിൽ പ്രതിബന്ധമായിട്ട് വളരെ ശക്തമായിട്ടുള്ള കാരണങ്ങളാണ് കാണുന്നത്. പക്ഷെ അവർ തീർച്ചയായിട്ടും മറ്റൊരു വഴിയിലൂടെ നിങ്ങളിലേക്ക് എത്താനുള്ള ചാൻസസ് ആണ് കാണുന്നത്. അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരിച്ചെത്തുമെന്ന് പറയുന്നുണ്ട്. അവർ നിങ്ങൾക്കായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, അവരുടെ മനസ്സിനെ സ്വയം ഹീൽ ചെയ്യാനായിട്ടൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട്. അത്രത്തോളം അശാന്തിയായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ആ വ്യക്തി ഉള്ളത്. അവരുടെ മനസ്സിൽ നിറയെ സമ്മർദ്ദങ്ങളാണ്. അവരുടെ ലൈഫ് സിറ്റുവേഷൻസ് കൊണ്ടും അവർക്ക് ചിലപ്പോൾ കരിയറിൽ തടസ്സമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യലായിട്ടുള്ള സ്റ്റാറ്റസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം. അങ്ങനെ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ആ വ്യക്തി ഫേസ് ചെയ്യുന്നു എന്ന് നിങ്ങളെ അറിയിക്കാൻ അവർ ആഗ്രഹിക്കുകയാണ്. ലൈഫിൽ ഇപ്പോൾ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഒരു മാറ്റം തന്നെയാണ്. ആൻഡ് യെസ്, മിറാക്കുലസ് ആയിട്ടുള്ള ചേഞ്ചസ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നു, മാനിഫെസ്റ്റ് ചെയ്യുന്നു. അവർ അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും, അല്ലെങ്കിൽ സക്സസ് ആവുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഇപ്പോൾ കുറച്ച് കാലം നിങ്ങൾ രണ്ടുപേരും ബുദ്ധിമുട്ടുന്നുണ്ട്, അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്യണമെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ അതിൽ കാര്യമായ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് മനസ്സിലാക്കുക. ഒരു വിക്ടറി കാണുന്നുണ്ട്, മിറാക്കുലസ് ആയിട്ടുള്ള ചേഞ്ചസ് കാണുന്നുണ്ട്. സോ നമുക്ക് മനസ്സിലാക്കാവുന്നത് ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും വളരെയധികം ഒരു ലോവർ എനർജി സിറ്റുവേഷനിലാണ്. പക്ഷേ ഫ്യൂച്ചറിൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെയൊന്നുമല്ല. വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. അത്രയും ഒരു എന്താണ് പറയുക, ബ്ലെസ്സിങ്സൊക്കെ ഉള്ള വ്യക്തികളാണ് നിങ്ങൾക്ക് അത്രയും ഏഞ്ചൽ സപ്പോർട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു കണക്ഷനാണ് നിങ്ങൾ തമ്മിലുള്ളത്. യെസ്, ഡെഫിനറ്റ്ലി നിങ്ങൾ ഒന്നിച്ച് ചേരാനുള്ള സമയമായിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക, നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങളിപ്പോൾ എന്താണ് ടെൻഷനൊന്നും ആവണ്ട. ഒരാളെ കാണാണ്ടിരിക്കുമ്പോൾ എന്തുമാത്രം വിഷമമാണ് ഉണ്ടാവുന്നതെന്ന് അറിയാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് അതിനുള്ളൊരു സമയമല്ല. തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിങ്ങൾക്ക് മുന്നിലുള്ള ആ ഒരു സങ്കടഘട്ടം മാറിപ്പോകുന്നൊരു സമയമായിട്ടാണ് കാണുന്നത്. ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉടനെ സംഭവിക്കുമെന്നാണ് കാണുന്നത്. ആൻഡ് യെസ്, അവർ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, എത്രത്തോളം അവർ സ്ട്രഗിൾ ചെയ്യുന്നൊരു സാഹചര്യത്തിലാണുള്ളത് എങ്കിൽ പോലും അവർ അത്രത്തോളം അവർ നിങ്ങളെ ഓർക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരുടെ വിഷമങ്ങളോ അല്ലെങ്കിൽ അവരുടെ സ്ട്രഗിൾസോ ഒന്നും അവർക്ക് യാതൊരു പ്രശ്നവും അല്ല. നിങ്ങളെക്കുറിച്ചാണ് അവർ കൂടുതലായിട്ട് ബോധേഡാവുന്നതും ചിന്തിക്കുന്നതും. ഓക്കെ, അത് ഒരു കാര്യം നിങ്ങളെ അവരിപ്പോൾ അറിയിക്കാൻ അത്രത്തോളം ആഗ്രഹിക്കുകയാണ്. അവർക്ക് അവരുടെ മനസ്സിൽ എപ്പോഴും വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ അവർ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ പ്രണയബന്ധം തന്നെയാണ്. അവർ വളരെ ശക്തമായിട്ട് തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളൊരു പ്രോമിസ് കൂടി അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്.
നിങ്ങൾക്ക് തമ്മിൽ ഒത്തിരി കാര്യങ്ങളിൽ ഡിഫറൻസസ് കാണുന്നുണ്ട്. ഏജ് ഡിഫറൻസ് അല്ലെങ്കിൽ കാസ്റ്റ് ഡിഫറൻസ് ആയിരിക്കാം, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഡിഫറൻസ് ആയിരിക്കാം, ഒരുപാട് കമ്മ്യൂണിറ്റി ഇഷ്യൂസൊക്കെ കാണുന്നുണ്ട്. അതായത് മറ്റുള്ള വ്യക്തികൾ എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ അവർ നിങ്ങളെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കും, അങ്ങനെയൊക്കെ ഉള്ള ഇഷ്യൂസ് ഉള്ള റിലേഷൻഷിപ്പാണ്. പക്ഷെ ഇപ്പോൾ അവരതൊന്നും കെയർ ചെയ്യുന്നില്ല, അവർ അതിനെക്കുറിച്ചൊന്നും ബോധേഡ് ആവുന്നില്ല. എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, നിങ്ങളെ അവരുടെ ലൈഫിൽ കൊണ്ടുവരണം എന്നുള്ളൊരു ചിന്ത മാത്രമാണ് ഈ വ്യക്തിയിലുള്ളത്. കാരണം എത്രത്തോളം പോസിറ്റീവ് എനർജി ഇവിടെ കാണുന്നു, അത്രത്തോളം നെഗറ്റീവായിട്ടുള്ള ഇഷ്യൂസ് ഈ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവർ അതിനെ ഒന്നും തന്നെ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പിലല്ല. അവർക്ക് അവരുടെ മനസ്സിൽ എന്താണോ ഫീൽ ചെയ്യുന്നത് ആ ഒരു കാര്യം അവർ ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം അവർ ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് അവർ നിങ്ങളെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇതാണ്. ഈ ഒരു എനർജി നമുക്ക് നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്ന മെസ്സേജസ് ഇതൊക്കെയാണ്. ഓക്കെ, നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ശക്തിയിലാണെങ്കിലും അടിയുറച്ച് നിങ്ങൾ വിശ്വസിക്കുക. പ്രാർത്ഥനയും വിശ്വാസവും മാത്രമാണ് ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങൾ കെയർ ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് അതിലേക്കാണെന്നാണ് കാണുന്നത്. കാരണം നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത് ചെറിയ രീതിയിലുള്ള അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടുള്ള കുറച്ച് വേരിയേഷൻസ് ആണ്. അതിനെല്ലാം തന്നെ മാറ്റങ്ങൾ സംഭവിക്കുകയും നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുടെ ലൈഫിൽ സന്തോഷിക്കുന്ന മൊമെൻറ്റ്സ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വന്നു ചേരുമെന്നുള്ളതും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരു ടൈഡ് അപ്പ് സിറ്റുവേഷനിലാണെന്ന് തന്നെയാണ് കാണുന്നത്. കൂടുതലായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ നിങ്ങളെ മനസ്സിലാക്കി എല്ലാ രീതിയിലും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരു മിറാക്കുലസ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അരികിൽ വന്ന് ചേരും. നിങ്ങൾക്ക് ആ ഒരു സന്തോഷം നൽകുമെന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇത് ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.